വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടുള്ള ഒരു പുസ്തകമാണ് ജലീലിയോ എഴുതിയിട്ടുള്ള റംഗൂൺ സ്രാപ്പ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ വളരെ ഒരു ഡിഫറെൻ്റ് ആണ് അല്ലേ? റംഗൂൺ സ്രാപ്പ്. ഈ രണ്ട് വാക്കുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. റംഗൂൺ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബർമ്മ, പഴയ ബർമ്മ അല്ലെങ്കിൽ ഇന്നത്തെ മ്യാൻമാർ ആണ്. സ്രാപ്പ് എന്താണെന്നുള്ളത് ഒരു സസ്പെൻസ് ആണ്. അത് ഈ പുസ്തകം വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഹർഷൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. അയാൾ ഗ്രാമം വിട്ട് ദുബായിലേക്കും വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. 2-3 വർഷങ്ങൾക്ക് ശേഷം ടി വിയിൽ ഒരു ന്യൂസ് കാണുക, ബാംഗ്ലൂർ നഗരത്തിൽ ഒരാൾ, ഒരു തീവ്രവാദി ഒരു അമ്പലം ആക്രമിച്ച് വെടിവെപ്പിൽ മരിച്ചു എന്ന്. അത് ഈ ഹർഷനാണ്. എന്നാൽ അയാളുടെ പേരൊരു മുസ്ലിം പേരാണ്. ഹർഷൻ എന്നുള്ള പേരിലല്ല. പിന്നെ എങ്ങനെ അയാളൊരു തീവ്രവാദിയായി? എങ്ങനെയാണ് ഈ 2 വർഷം മുമ്പ് നാട് വിട്ടുപോയ ആൾ തിരിച്ചു വന്ന് അമ്പലത്തിൽ വെടിവെക്കുന്നത്? ഇതൊക്കെയാണ് ബേസിക്കലി ഈ റംഗൂൺ സ്രാപ്പ് എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു പ്ലോട്ട്. ഈ റംഗൂൺ എന്ന് പറയുന്നത് ബർമ്മയാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ 1946-47 വിഭജനത്തിന് ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർ ബർമ്മയിലേക്ക് കുടിയേറിയിട്ട് അവിടെ ബിസിനസ്, അവിടെ ജോലി അങ്ങനെ താമസിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി. അപ്പോൾ ഈ നോവലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറേ സംഭവങ്ങൾ നടക്കുന്നത് ബർമ്മയിലാണ്. അപ്പോൾ അവിടുത്തെ ജീവിത രീതികൾ, ജനങ്ങൾ, അതുപോലെ ഈ കഥാപാത്രങ്ങൾ അങ്ങോട്ട് പോകുന്നത്, അവരുടെ ചരിത്രം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ നോവലിൽ പ്രതിപാദിച്ചു. അതുപോലെ ഈ നോവലിൻ്റെ ഒരു എഴുത്ത് ഒരു പ്രത്യേക ശൈലിയിലാണ്. നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയും അതുപോലെ നമ്മുടെ ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങളും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലുള്ള ഒരു ശൈലിയാണ്. അതായത് ഒരു ത്രില്ലറാണ്. അറ്റ് ദ സെയിം ടൈം മിസ്റ്ററി ഉണ്ട്, കുറച്ച് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള കുറച്ച് കഥകളുണ്ട്. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ പോലെ കാണുന്ന പോലെ അടുത്ത ചാപ്റ്ററിൽ എന്താ ഉണ്ടാവുക, ഈ കഥാപാത്രത്തിന് എന്താ ചെയ്യുക, ആ രീതിയിൽ വായിച്ചു പോകാൻ പറ്റിയൊരു നോവലാണ് റംഗൂൺ സ്രാപ്പ്. DC ബുക്സിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. എനിക്ക് തോന്നിയ ചെറിയൊരു വിഷമം എന്നുള്ളത്, ഇന്നത്തെ ഈ ന്യൂ ഏജ് റൈറ്റേഴ്സിൻ്റെ ബഹളത്തിനിടയ്ക്ക് ഇതുപോലത്തെ നല്ല പുസ്തകങ്ങൾ ഒരുപാട് മുങ്ങിപ്പോകുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പതിപ്പ് മാത്രമേ ഉള്ളൂ. പല ന്യൂ ഏജ് പുസ്തകങ്ങളും 50ഉം 100ഉം അതിലും കൂടുതലൊക്കെ പതിപ്പുകൾ ഇപ്പോൾ വിറ്റ് പോകുന്ന കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങി വായിക്കുക, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വായിച്ച് നോക്കുക. റംഗൂൺ സ്രാപ്പ്.